അതേസമയം കറുത്ത വർഗത്തിലുള്ള കുറെ മനുഷ്യന്മാർ, വേറെ കുറെ ആളുകളുടെ നിറം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. അമേരിക്കക്കാരന്റെ ശാരീരിക പ്രകൃതി ഒരു രൂപം, ചൈനക്കാരൻ്റെത് മറ്റൊരു രൂപം, ഇന്ത്യക്കാരൻ്റെത് വേറൊരു രൂപം. ഇനി ഒരു ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റുകാര് പല രൂപത്തിൽ, അതുപോലെ അവരുടെ ഭാഷാ വ്യത്യാസം. ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ഗവേഷണം നടത്തണം. ഭൂമിയെപ്പറ്റി ഗവേഷണം നടത്തണം, ആകാശത്തെ പറ്റി റിസർച്ച് നടത്തണം, മഴയെപ്പറ്റി റിസർച്ച് നടത്തണം, ഇടിമിന്നലിനെ സംബന്ധിച്ച് നിങ്ങൾ റിസർച്ച് നടത്തണം. അതുപോലെ തന്നെ മലകളെ സംബന്ധിച്ച്, നിധികളെ സംബന്ധിച്ച്, പുഴകളെ സംബന്ധിച്ച്, കടലുകളെ സംബന്ധിച്ച്, മരങ്ങളെ സംബന്ധിച്ച്, മേഘങ്ങളെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തെ പറ്റി മുഴുവനും നിങ്ങൾ നന്നായി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ ആയത്തിന്റെ ബാക്കിയിൽ പറയുന്നു, കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാനും ആ അല്ലാഹു തആലയെ അനുസരിക്കാഞ്ഞാൽ അപകടമാണ് എന്ന പേടിയുണ്ടാകാനും സാധിക്കുക അൽ ഉലമാഇന് ആണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ആലിമീങ്ങൾക്ക് അല്ലാഹു തആലാനെ ഭയപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ആരാണ് ആ ആലിമീങ്ങൾ എന്നാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അഥവാ സൂറത്തുൽ ഫാത്തിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ഈ മഴയെപ്പറ്റിയും മേഘത്തെപ്പറ്റിയും പുഴകളെ പറ്റിയും കടലിനെ പറ്റിയും ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെപ്പറ്റി, നക്ഷത്രങ്ങളെപ്പറ്റി, ഗ്രഹങ്ങളെപ്പറ്റി, ഉപഗ്രഹങ്ങളെപ്പറ്റി, സ്റ്റാറുകളെയും സാറ്റലൈറ്റുകളെയും പ്ലാനറ്റുകളെയും അതുപോലെ നമ്മുടെ മിൽക്കി വേയെയും അങ്ങനെ തുടങ്ങിയുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവൻ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് മദീനയിലാണ്. ആ മദീനയിൽ മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് അവിടെയാണ്. ആ സ്വർഗത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയാൽ മതിയായിരുന്നു സ്വഹാബാക്കൾക്ക്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവര് ഭൂമിയിൽ ആ സ്വർഗത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയാൽ മാത്രമല്ല മറ്റൊരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി. ഒരുപാട് ഇൽമു പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയതിനാലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മദീനയിൽ ഒതുങ്ങിക്കൂടാതെ അവർ യമനിലേക്ക്, ഇറാഖിലേക്ക്, സിറിയയിലേക്ക്, ആഫ്രിക്കയിലേക്ക്, യൂറോപ്പിലേക്ക് ഒക്കെ യാത്ര ചെയ്തത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യൂറോപ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാമോ? ഫിലിപ്പ് കെ ഹിറ്റി തന്നെ പറയുന്നുണ്ട്, യൂറോപ്യന്മാർക്ക് ഭക്ഷണത്തിന് കടലിലെ ഞണ്ടുകളെ പെറുക്കി പച്ചയോടെ തിന്നലല്ലാതെ, കടലിലെ ഞണ്ടുകളെ പെറുക്കി കഴിക്കുക എന്നല്ലാതെ ശരിയായ രീതിയിൽ കൃഷി ചെയ്യാൻ അറിയുമായിരുന്നില്ല. അവർക്ക് കച്ചവടം ചെയ്യാൻ അറിയുമായിരുന്നില്ല. ഇന്നത്തെ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും അതുപോലെ ഇറ്റലി അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യക്കാർക്ക് കൃഷി ചെയ്യാൻ പോലും അറിയുമായിരുന്നില്ല, കച്ചവടം ചെയ്യാൻ അറിയുമായിരുന്നില്ല. ആളുകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. എന്തിനധികം ഫിലിപ്പ് കെ ഹിറ്റി പറയുകയുണ്ടായി, ഔറത്ത് മറക്കാൻ പോലും അവർക്ക് അറിയൂലായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി കടലിലെ കക്കകൾ പെറുക്കി കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയിലാണ് യൂറോപ്യന്മാരുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, അബ്ദുറഹ്മാൻ മൂന്നാമന്റെ നേതൃത്വത്തിൽ, അബ്ദുറഹ്മാൻ മൂന്നാമൻ എന്ന് പറയുന്ന ഉമവി ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ സ്പെയിനിൽ ഒരു മുസ്ലിം ഭരണകൂടം വരികയാണ്.
ആ മുസ്ലിം ഭരണകൂടം വന്നപ്പോൾ അവരെന്തൊക്കെ ചെയ്തത് എന്നറിയാമോ? സ്പെയിനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കുർത്തുബ എന്ന് പറയുന്ന നഗരം, ഇന്ന് കൊർഡോബ എന്നാണ് അറിയുന്നത്. അതുപോലെ ഇസ്ബീലിയ എന്ന് പറയുന്ന നഗരം, ജയ്യാൻ മറ്റൊരു നഗരം, അതുപോലെ തന്നെ ഹിംസ് വേറൊരു നഗരം, മദീനത്തു സാഹിറ മറ്റൊരു നഗരം, മദീനത്തു സഹ്റ വേറെ ഒരു വലിയ സിറ്റി. ഈ സിറ്റികളിൽ മുഴുവൻ ചെറിയ ചെറിയ സ്കൂളുകളല്ല മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയത്, വലിയ വലിയ വിശ്വവിദ്യാലയങ്ങൾ, യൂണിവേഴ്സിറ്റികൾ പണിയുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ യൂറോപ്പിലെത്തുകയും ആ യൂറോപ്പിൽ വലിയ വലിയ വിശ്വവിദ്യാലയങ്ങൾ ഉണ്ടാക്കുകയും ആ വിശ്വവിദ്യാലയങ്ങളിൽ സ്റ്റുഡന്റായി വിദ്യാർത്ഥികളായി യൂറോപ്യന്മാരെ ചേർക്കുകയും ചെയ്തതുകൊണ്ടാണ് യൂറോപ്പിൽ റിനൈസൻസ് ഉണ്ടായത്, നവോത്ഥാനമുണ്ടായത് എന്ന് ചരിത്രകാരന്മാര് മുഴുവൻ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആദ്യമായി ലാറ്റിൻ ഭാഷയിൽ നിന്ന് ബൈബിള് തർജ്ജമ ചെയ്യപ്പെട്ടത് ഏത് ഭാഷയിലേക്കാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ബൈബിള് യൂറോപ്പിൽ ലാറ്റിൻ ഭാഷയിൽ മാത്രമായിരുന്നു ഉണ്ടായത്. ആ ലാറ്റിൻ ഭാഷയിലുള്ള ബൈബിൾ ആദ്യമായി തർജ്ജമ ചെയ്യപ്പെടുന്നത് അറബി ഭാഷയിലേക്കാണ്. ഇതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു, അബ്ദുറഹ്മാൻ മൂന്നാമന്റെ നേതൃത്വത്തിൽ സ്പെയിനിൽ ഇസ്ലാമിക ഭരണമുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് സർവകലാശാലകൾ അഥവാ വിശ്വവിദ്യാലയങ്ങൾ യൂറോപ്പിന്റെ പല ഭാഗത്തും സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ യൂറോപ്യന്മാരായ കുട്ടികൾ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയപ്പോൾ അവർ അറബി ഭാഷ പഠിച്ചു. അറബി ഭാഷയിലാണ് ഒരുപാട് വിജ്ഞാനങ്ങൾ ഉള്ളത് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അവർ ശാസ്ത്രജ്ഞന്മാരായി, അവർ എഞ്ചിനീയർമാരായി. ആ കൂട്ടത്തിൽ അവര് ലാറ്റിൻ ഭാഷ മറന്നുപോയി. ലാറ്റിൻ ഭാഷ മറന്നുപോവുകയും മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരായി യൂറോപ്യന്മാര് മാറുകയും ചെയ്തപ്പോൾ അന്നത്തെ ക്രൈസ്തവ സഭ തീരുമാനിക്കുകയാണ്, നമ്മുടെ വരും തലമുറ ക്രിസ്ത്യാനികളല്ലാതായി പോകും, അവരെ ക്രിസ്ത്യാനികളായി നിലനിർത്തണമെങ്കിൽ ബൈബിൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ ചെറുപ്പക്കാരൊന്നും തന്നെ ലാറ്റിൻ ഭാഷ പഠിക്കുന്നില്ല, അവർ അറബി മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ബൈബിള് അവര് അറബി ഭാഷയിലേക്ക് വിവർത്തനം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി. ഇതാ ഫിലിപ്പ് കെയ്റ്റിയെ പോലെയുള്ള ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനുൽ ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മതിയാക്കിയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരിക്കലും സമമാവൂല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ അറിയുന്ന യഥാർത്ഥ ആലിമീങ്ങളാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടത് കൊണ്ടാണ് സ്വഹാബാക്കൾ ആ ഇൽമു പ്രചരിപ്പിക്കാൻ പല സ്ഥലങ്ങളിലും പോയത്. ആ സ്വഹാബാക്കളിൽ നിന്ന് ഇൽമു പഠിച്ച താബിഈങ്ങളും അവരിൽ നിന്ന് പഠിച്ച താബിഉ താബിഈങ്ങളും ലോകത്ത് മുഴുവനും ഇൽമു പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ, പ്രിയപ്പെട്ടവരെ, ഈ ഇൽമ് വളരെ ശക്തമായ രീതിയിൽ പ്രചരിക്കാൻ കാരണമായി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടത് എങ്ങനെയാണ്? അമേരിക്ക കണ്ടുപിടിക്കപ്പെടാനുള്ള കാരണം, അന്ന് യൂറോപ്പിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം. എന്താണ് ആ പുസ്തകത്തിന്റെ പേര് എന്നറിയോ? നുസ്ഹത്തുൽ മുഷ്താഖ്. പുസ്തകം ഇപ്പോഴും ലഭ്യമാണ്. വലിയ ഒരു കിതാബിന്റെ പേരാ ഞാൻ ഇപ്പൊ പറഞ്ഞത്, നുസ്ഹത്തുൽ മുഷ്താഖ്.
നുസ്ഖത്തുൽ മുഷ്താഖ് ഫി ഇഖ്തിറാഖിൽ ആഫാഖ് എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയത് മഹാനായ ഷരീഫുൽ ഇദ്രീസിയാണ്. ഷരീഫുൽ ഇദ്രീസിയുടെ അറബിയിലുള്ള പുസ്തകം സ്പെയിനിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് വിവർത്തനം ചെയ്യപ്പെടുകയാണ് യൂറോപ്യൻ ഭാഷയിലേക്ക്. ആ വിവർത്തനത്തിലൂടെ അതാ അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ കൊളംബസ് അദ്ദേഹം സ്പെയിനിൽ വെച്ച് ഈ പുസ്തകത്തിന്റെ തർജമ വായിക്കുകയാണ്. പുസ്തകത്തിൽ എന്തുണ്ട് എന്നറിയോ? റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം കൊടുത്തിട്ട് ലോകത്ത് ഒരു സ്ഥലത്ത് പകലാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് രാത്രിയുള്ള സ്ഥലമുണ്ട്, അതുപോലെ ഈ സ്ഥലത്ത് രാത്രിയാകുമ്പോൾ മറ്റേ സ്ഥലത്ത് പൂർണ്ണമായും പകലാകുന്ന അഥവാ രണ്ട് മശ്രിഖിന്റെയും രണ്ട് മഗ്രിബിന്റെയും റബ്ബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് പകലാകുമ്പോൾ അതിന്റെ മറുഭാഗത്ത് രാത്രിയാകും, ഈ ഭാഗത്ത് രാത്രിയാകുമ്പോൾ മറുഭാഗത്ത് പകലാകും. ഇങ്ങനത്തെ രണ്ട് സ്ഥലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷരീഫുൽ ഇദ്രീസി നുസ്ഖത്തുൽ മുഷ്താഖിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അതിന്റെ പരിഭാഷ വായിച്ച കൊളംബസ് മനസ്സിലാക്കി, നമ്മൾ കാണുന്ന ഈ ലോകം മാത്രമല്ല, ഭൂമിക്കൊരു മറുവശമുണ്ട്. ആ മറുവശം കണ്ടെത്തിയാൽ ഒരുപക്ഷെ അവിടെ ഒരുപാട് നിധികളുണ്ടാകും, അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് സ്വത്തുകൾ ഉണ്ടാകും, മുതലുകൾ ഉണ്ടാകും. അതൊക്കെ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെയാണ് പോർച്ചുഗീസ് രാജാവിനോട് ഈ ആശയം പറയുകയും തനിക്ക് യാത്ര ചെയ്യാനുള്ള കപ്പലും ആ കപ്പലിൽ കൂടെ വരാനുള്ള ആളും അതിലേക്ക് ആവശ്യമായ ചെലവും മുഴുവൻ നിങ്ങൾ വഹിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലം കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് കൊളംബസ് അമേരിക്ക ലക്ഷ്യമാക്കി പോകുന്നത്. സ്പാനിഷ് ചരിത്രകാരനായ കോണ്ടി തന്റെ ഹിസ്റ്ററി ഓഫ് സാരസൻ സ്പെയിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോണ്ടി ഒരിക്കലും ഒരു മുസ്ലിം ചരിത്രകാരനല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ദി സാരസൻ സ്പെയിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, പരിശുദ്ധ ഖുർആനിലെ റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്ന ആയത്തിന് ഷരീഫുൽ ഇദ്രീസി അദ്ദേഹത്തിന്റെ നുസ്ഖത്തുൽ മുഷ്താഖ് എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചപ്പോൾ മറ്റൊരു ലോകവും കൂടിയുണ്ട് ഈ ഭൂമിയിൽ തന്നെ എന്ന് എഴുതി വെച്ചു. ഇത് വായിച്ചതുകൊണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാനുള്ള യാത്രക്ക് തയ്യാറായതും അവസാനം ഈ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം കണ്ടുപിടിക്കപ്പെട്ടതും. പ്രിയപ്പെട്ടവരെ, ആ അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് മുസ്ലിമീങ്ങൾക്കാണ്, ഇസ്ലാമിനാണ് എന്ന് സമ്മതിക്കുകയാണ് കോണ്ടിയുടെ പ്രസ്തുത വരികളിലൂടെ ചെയ്യുന്നത്. ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വന്നത് ദീനുൽ ഇസ്ലാമിന്റെ ഹയാത്തായ ഇൽമു എന്ന് പറഞ്ഞാൽ അത് നിസ്കാരവും നോമ്പും അടങ്ങിയ ഇബാദത്തുകളെ മാത്രം ബാധിക്കുന്ന ഇബാദത്തുകളുമായി റിലേറ്റ് ചെയ്യപ്പെട്ട ഇൽമു മാത്രമല്ല. നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയും നമ്മൾ പഠിക്കുന്ന ഫിസിക്സും അതുപോലെ തന്നെ ജോഗ്രഫിയും ജിയോമെട്രിയും ഏതെല്ലാം വിദ്യാഭ്യാസ ശാഖകളുണ്ടോ, ഏതൊക്കെ ശാസ്ത്ര ശാഖകളുണ്ടോ, ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രവും അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ അൽ ഇൽം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയം ലോകത്ത് പണ്ടുകാലത്ത് നമ്മുടെ ആലിമീങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ജാബിർ ഇബ്നുൽ ഹയ്യാൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന. നിങ്ങൾക്കറിയാമല്ലോ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അറബി മുസ്ലിം പണ്ഡിതനായ ജാബിറുൽ ഹയ്യാനാണ്.
ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അൽ അന്താക്കിയാണ് എന്ന് ചരിത്രം പറയുന്നു. അതേപോലെ കമ്പ്യൂട്ടറിന്റെ ഒറിജിനൽ ഭാഷയായ ലോഗരിതം, ആ ലോഗരിതത്തിന്റെ പിതാവ് ആരാണ്? ജവാബ് അൽ ഖവാരിസ്മി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനാണ്. അൽ ഖവാരിസ്മി എന്ന അറബി പദമാണ് പിന്നീട് അൽഗോരിതം എന്ന് ആയി മാറുകയും കമ്പ്യൂട്ടറിന്റെ ഭാഷയായി രൂപപ്പെടുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഓപ്റ്റിക്കൽ സയൻസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. മാത്രമല്ല, സീ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന സമുദ്ര പര്യവേക്ഷണത്തിന്റെ പിതാവ് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ലോക ചരിത്രകാരന്മാർ മുഴുവൻ രേഖപ്പെടുത്തുന്നത് ഇബ്നുൽ മാജിദ് എന്ന് പറയുന്ന ബഹ്റൈനിലെ മുസ്ലിം പണ്ഡിതന്മാരാണ്. ആ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ആലോചിച്ചാൽ ഒരുപാട് ശാസ്ത്രത്തിന്റെ ആ സ്ഥാപകന്മാരായി നിൽക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്ത് അഥവാ ഉമവിയ ഭരണകാലഘട്ടത്ത്, പിന്നീട് വന്ന അബ്ബാസിയ ഭരണകാലഘട്ടത്ത്, ആ അബ്ബാസിയ ഭരണകാലഘട്ടത്തിന്റെ അവസാനമായി വന്ന ബനു ബുവയ്യിദ് കാലഘട്ടത്തിൽ, സെൽജൂക്കി കാലഘട്ടത്തിൽ, ഗസ്നവി കാലഘട്ടത്തിൽ, ഈജിപ്തിലെ ഫാത്തിമി കാലഘട്ടത്തിൽ, മൊറോക്കോയിലെ മുറാബിത്തീൻ മുവഹിദീൻ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ഒബ്സർവേറ്ററി അഥവാ ആകാശം നിരീക്ഷിക്കാനുള്ള ഏറ്റവും വലിയ പ്ലാനറ്റോറിയം അത് മുസ്ലിമീങ്ങളുടെ കൈവശമായിരുന്നു. ഏറ്റവും വലിയ ശാസ്ത്ര സാഹിത്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എല്ലാം മുസ്ലിമീങ്ങളുടെ കാലത്തായിരുന്നു. പക്ഷേ ലോകത്ത് മുഴുവൻ യൂറോപ്യൻ കൊളോണിയലിസം വന്നു. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരന്റെ കയ്യിലായി. അതുപോലെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെയോ ഫ്രഞ്ചുകാരുടെയോ അല്ലെങ്കിൽ ഡച്ചുകാരുടെയോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെയോ അല്ലെങ്കിൽ ഇറ്റലിക്കാരുടെയോ കയ്യിലായി. നിങ്ങൾ നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇന്തോനേഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യം ഡച്ചുകാരുടെ കൈവശമായി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗോവയും മറ്റു പല സ്ഥലങ്ങളും ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലായി. അതിന്റെയൊക്കെ പുറമെ അൾജീരിയ ഫ്രാൻസുകാരുടെ കൈവശമായി. ഇങ്ങനെ സൗദി അറേബ്യ തുടങ്ങിയ, അഥവാ അന്ന് സൗദി അറേബ്യ ആയിട്ടില്ലെങ്കിലും ആ അറബ് രാജ്യങ്ങൾ അധികവും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഓഹരി വെച്ചെടുത്തു. ലിബിയ ഇറ്റലിക്കാരുടെ കയ്യിലായി. അങ്ങനെ അറബ് മുസ്ലിം ലോകം മുഴുവൻ ഈ യൂറോപ്യന്മാരുടെ കോളണിയായി മാറിയപ്പോൾ മുസ്ലിമീങ്ങളെ തകർക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് എന്ന് അവരാഘോഷിച്ചു, അവർ ചിന്തിച്ചു. മുസ്ലിമീങ്ങളുടെ പള്ളികൾ തകർത്തു, മുസ്ലിമീങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ തകർത്തു, മുസ്ലിം പണ്ഡിതന്മാരെ പീഡിപ്പിച്ചു, അവരെ നശിപ്പിച്ചു, കൊന്നൊടുക്കി. നിങ്ങൾക്കറിയാമോ, 10 കൊല്ലം കൊണ്ട് 10,000-ത്തിലധികം മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ സ്പെയിനിൽ മാത്രം ക്രൈസ്തവ സഭ കൊന്നൊടുക്കി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുകയും മുസ്ലിമീങ്ങൾ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളും മറ്റും തകർക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തതോടുകൂടി ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ യൂറോപ്യൻ കോളനി ശക്തികളുടെ അഥവാ ബ്രിട്ടീഷുകാരുടെ, ഫ്രഞ്ചുകാരുടെ, ഡച്ചുകാരുടെ, പോർച്ചുഗീസുകാരുടെ, ഇറ്റലിക്കാരുടെ കൈകളിൽ വന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ ഉയർച്ച മുഴുവൻ അവസാനിച്ചു. മുസ്ലിമീങ്ങളെല്ലാ നാട്ടിലും ബാക്ക്വേർഡ്, പിന്നാക്കക്കാരായി മാറി. അവര് ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നടത്താത്തവരായി. എല്ലാ സ്ഥലത്തും അവര് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി മാറി. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്ത, വളരെയധികം വളരെ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഇതൊക്കെ കൊളോണിയലിസം അഥവാ സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്വം
കൊളോണിയലിസം വന്നതിന് ശേഷമാണ്. അതിന്റെ മുമ്പുള്ള ചരിത്രം മുഴുവൻ ഇസ്ലാം അത്യുന്നതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ലോകത്തിന് നേതൃത്വം നൽകുന്നതാണ്. നിങ്ങൾ നോക്കൂ, 800 കൊല്ലത്തിലധികം ഇന്ത്യയിൽ ഭരണം നടത്തിയവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ ബ്രിട്ടീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ അധികാരം ഉറപ്പിച്ചു. മുസ്ലിമീങ്ങൾ എല്ലാ സ്ഥലത്തും തഴയപ്പെട്ടു. ഇതിന്റെ പരിണിത ഫലമായി മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരായി, എഡ്യൂക്കേഷൻ ഇല്ലാത്തവരായി, അവർ ഉദ്യോഗസ്ഥലങ്ങളിൽ ഒന്നും കാണാതെയായി, അവർ പറ്റ ബാക്ക്വേർഡായി പോയി. അങ്ങനെ മുസ്ലിമീങ്ങളെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ അവസ്ഥ മാറിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കണം. ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ, കോഴിക്കോട് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന വലിയ സ്ഥാപനം 1978 തുടങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു ഇന്നിവിടെ വരും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പക്ഷേ വളരെ തിരക്കുള്ളത് കൊണ്ട് ഒരു നിലക്കും ഇന്ന് അവിടെ നിന്ന് പോരാൻ പറ്റാത്തത് കൊണ്ടാണ് വരാഞ്ഞത് എന്ന് ഉസ്താദിന്റെ സെക്രട്ടറിയെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ആ മർക്കസ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മുസ്ലിമീങ്ങളെ വിദ്യാഭ്യാസമായി ഉയർത്തിക്കൊണ്ടുവരാഞ്ഞാൽ മുസ്ലിം സമൂഹം എവിടെയും ഒന്നിനും കൊള്ളാത്തവരായി തകർന്നു പോകും എന്ന് ഭയപ്പെട്ടപ്പോഴാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ആലിമീങ്ങൾ, ഇംഗ്ലീഷ് അറിയുന്നവർ, ഹിന്ദി അറിയുന്നവർ, ഫ്രഞ്ച് അറിയുന്നവർ, ശാസ്ത്രം അറിയുന്നവർ, സയൻസ് അറിയുന്നവർ, സുബ്ഹാനല്ലാഹ്, മർക്കസിന്റെ കീഴിൽ ലോ കോളേജ് തുടങ്ങി. ഞാൻ അടക്കം ആ ലോ കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ ലോ കോളേജിലെ 3 ഇയർ LLB-യുടെ 4th സെമസ്റ്റർ കഴിഞ്ഞ് 5th സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് പരിപാടിക്കൊന്നും ഇപ്പൊ പോകാറേ. ഈ 2 സെമസ്റ്ററും കൂടി കഴിഞ്ഞാൽ എന്റെ കോഴ്സ് പൂർത്തിയാവുകയാണ്. ഒരുപാട് സഖാഫിമാർ, ഒരുപാട് നൂറാനിമാർ, സുബ്ഹാനല്ലാഹ്, എല്ലാ വിദ്യാഭ്യാസവും നേടി. നിങ്ങൾ ബംഗാളിൽ ചെന്നാലും, UP-യിൽ ചെന്നാലും, ഹരിയാനയിൽ ചെന്നാലും, കാശ്മീരിൽ ചെന്നാലും, ഇന്ത്യയുടെ വെളിയിൽ പോയാലും, അമേരിക്കയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും എവിടെ ചെന്നാലും സുബ്ഹാനല്ലാഹ് അവിടെ സഖാഫിമാർ. ഞാൻ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിന് സൗത്ത് പസഫിക്കിലെ ഫിജി എന്ന് പറയുന്ന നാട്ടിലായിരുന്നു ഒരാഴ്ചക്കാലം. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നു നോക്കുമ്പോൾ ആ ഫിജിയിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായ ലൊട്ടോക്കയിൽ ചെന്നപ്പോൾ മംഗലാപുരത്തുകാരനായ ഒരു സഖാഫി, അബൂബക്കർ സിദ്ദീഖ് സഖാഫി ഹാഫിദ്, അവിടെ പള്ളിയിലെ ഇമാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആഫ്രിക്കയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ സഖാഫിമാരും നമ്മുടെ ആലിമീങ്ങളും ഒക്കെ ദീനീ പ്രവർത്തനം നടത്തുന്ന ഒരവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ വിദ്യാഭ്യാസമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, ഉസ്താദ് അവർകൾ മർക്കസ് തുടങ്ങി. പിന്നീട് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. നമ്മുടെ ഇവിടെയാണെങ്കിലോ കാസർഗോഡ് സൈദിയ, അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ തളിപ്പറമ്പ് അൽമക്കർ, മാത്രമല്ല ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ അവരുടെ മഅദിൻ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദ, 100 കണക്കിന് സ്ഥാപനങ്ങൾ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഇന്ന് എവിടെ ചെന്നാലും നമുക്ക് നല്ല ഇസ്സത്തോടു കൂടി പറയാൻ പറ്റും, ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അത് പറയാൻ പറ്റും. അൽഹംദുലില്ലാഹ്, മഞ്ഞനാടി ബഹുമാനപ്പെട്ട
മഹാനവറുകൾ ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവറുകളുടെ ദർഗ കേന്ദ്രീകരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മുടെ മൈസൂർ ബാബ ഹാജി അവറുകളും മറ്റുള്ളവരുമൊക്കെ ഈ ദർഗയുടെ നേതൃത്വം, ഈ മഹലിന്റെ നേതൃത്വം, അതുപോലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. മുദരിസും മറ്റു ഉസ്താദുമാരും ഒക്കെ അവരെ കൂടെ നിൽക്കുകയാണ്. അതുപോലെ ഉള്ളാടത്ത് സയ്യിദ് മദനി ദർഗ, അതിന്റെ കീഴിൽ ഒരുപാട് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കുറച്ചെന്നെങ്കിലും ഇസ്സത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഉത്സാഹിക്കണം. നമ്മളെ മക്കളെ രണ്ട് വിദ്യാഭ്യാസവും നൽകി വളർത്താൻ നമ്മൾ തയ്യാറാകണം. എല്ലാവരെയും കൂടി പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദയിലേക്ക് പറഞ്ഞയച്ചാൽ, അല്ലെങ്കിൽ മർക്കസിലേക്ക് പറഞ്ഞയച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചാൽ അവിടെ നിങ്ങളെല്ലാവരെയും കൂടി എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതിന് നിങ്ങൾ ഇവിടെ തന്നെ അൽഹംദുലില്ലാ മഞ്ഞനാടി അൽമദീന കണ്ടില്ലേ, വളരെ കുറഞ്ഞ കാലം കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് തൊവ്വലല്ലാഹു ഉംറഹു നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. നമുക്ക് ഒരു അൽമദീന പോരാ, മഞ്ഞനാടിക്ക് വളരെ അന്തസ്സാണ്. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവർകളുണ്ട്, മറുഭാഗത്ത് അൽഹംദുലില്ലാ മഞ്ഞനാടി അൽമദീനയുണ്ട്. അത് പോരാ, ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടി അത്യാവശ്യമാണ്. കാരണം എത്ര സ്ഥാപനമുണ്ടായാലും മതിയാകാത്തൊരവസ്ഥയാണ്. നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇനി ജീവിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യാത്രാവേളയിൽ എന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആള് എന്നോട് ചോദിച്ചു, നിങ്ങളെ ഈ ഇസ്ലാമില് മറ്റുള്ള മതക്കാരോട് പ്രത്യേകം ടാക്സ് വാങ്ങുന്ന, ജിസിയ വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ വിഷയമില്ല. അതേസമയം ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ശരിയാണ്, മറ്റുള്ള ആളുകളോട് ജിസിയ വാങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, മറ്റുള്ള മതക്കാരോട് റിലീജിയസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടാക്സ് വാങ്ങുന്നുണ്ട്, എന്ത് ന്യായീകരണമാണ് അതിനുള്ളത്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടതിന്റെ ശേഷം എങ്ങോട്ട് മറുപടി പറയാവൂ. കേൾക്കുന്നതിന്റെ മുമ്പ് ഇടക്ക് കയറി പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല. കേൾക്കാൻ തയ്യാറാണോ? അതേന്നാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ജിസിയ 1% ഏറാൻ പാടില്ല എന്ന നിയമം. അതേസമയം മുസ്ലിമീങ്ങളോട് മുസ്ലിം ഭരണകൂടം 2.5% 2.5 സക്കാത്ത് വാങ്ങുന്നുണ്ട്. എന്തിനാ മുസ്ലിമീങ്ങളോട് 2.5 2.5% സക്കാത്ത് വാങ്ങുന്നത്? അതുപോലെ മുസ്ലിമീങ്ങളോട് അല്ലാത്തവരോട് 1% 1% ജിസിയ വാങ്ങുന്നത് എന്നറിയാമോ? ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ, ഒരു ഭരണകൂടമാകുമ്പോൾ ഒരുപാട് ചെലവുകളുണ്ട്. ഏറ്റവും വലിയ ചെലവാണ് രാജ്യരക്ഷ, ഡിഫൻസ് എന്ന് പറയുന്നത്. അതിന് പട്ടാളക്കാർ വേണം, ആയുധം വേണം, കാവൽക്കാർ വേണം. അതുപോലെ മറ്റൊരുപാട് ചെലവുണ്ട്. ഗവൺമെന്റുകൾ ടാക്സ് വാങ്ങൂലേ? ആ ടാക്സ് വാങ്ങാഞ്ഞാൽ ഗവൺമെന്റുകൾക്ക് ഭരിക്കാൻ കഴിയോ? പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയോ? പോലീസുകാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയോ? കഴിയൂലല്ലോ. അതുപോലെയാണ് മുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് 2.5% മുസ്ലിമീങ്ങളോട് വാങ്ങും. പക്ഷേ മുസ്ലിമീങ്ങളോട് വാങ്ങുന്നതിന്റെ പകുതി പോലും അമുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഭരണകൂടം വാങ്ങുന്നില്ല, 1% വാങ്ങുന്നുള്ളൂ. ഇനി നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു കാര്യവും കൂടി പറയാം. ആധുനിക കാലത്തെ ടാക്സിനെ സംബന്ധിച്ച് സിഡ്നി സ്മിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ പറഞ്ഞ വരി നിങ്ങൾ ഓർമ്മ വേണം. സിഡ്നി സ്മിത്ത് ഒരിക്കൽ പറയുകയുണ്ടായി, എ സ്കൂൾ ബോയ് വിപ്സ് ഹിസ് ടാക്സ്ഡ് വിപ്പ്. അഥവാ അയാൾ പറയുന്നത്, ഒരു സ്കൂൾ കുട്ടി ഒരു പമ്പരം തിരിക്കണമെങ്കിൽ ആ പമ്പരത്തിന് ടാക്സ് കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദ അൺബയേർഡ് യൂത്ത്, താടി മുളക്കാത്ത ചെറുപ്പക്കാരൻ ഒരു കുതിരപ്പുറത്ത് സവാരി ചെയ്യണമെങ്കിൽ ആ കുതിരക്ക് ടാക്സ് കൊടുക്കണം. മാത്രമല്ല കുതിരയുടെ കടിഞ്ഞാണിന് ടാക്സ് കൊടുക്കണം. ഇത് പറഞ്ഞു നിർത്താതെ സിഡ്നി സ്മിത്ത് പിന്നെ പറയുകയാണ്, ഒരു രോഗിയായ ഇംഗ്ലീഷുകാരൻ മരുന്ന് വാങ്ങണമെങ്കിൽ 7% ടാക്സ് കൊടുക്കണം. ആ മരുന്നൊഴിക്കുന്ന
മരുന്നൊഴിക്കുന്ന സ്പൂണിന് 14% ടാക്സ് കൊടുക്കണം. ആ മരുന്ന് കുടിച്ചുകൊണ്ട് അയാൾ കിടക്കുന്ന ബെഡിന് 21% ടാക്സ് കൊടുക്കണം. മാത്രമല്ല, മരിക്കാൻ വേണ്ടി അയാളെ സഹായിക്കുന്ന നഴ്സിന് 100% ടാക്സ് കൊടുക്കണം. ഇങ്ങനെ ഒരു സ്കൂൾ കുട്ടി തിരിക്കുന്ന പമ്പരത്തിന് ടാക്സ്, കുതിരക്ക് ടാക്സ്, കുതിരയുടെ കടിഞ്ഞാണിന് ടാക്സ്, മരുന്നിന് ടാക്സ്, മരുന്ന് കഴിക്കുന്ന സ്പൂണിന് ടാക്സ്, ആ മരുന്ന് കഴിച്ച് കിടക്കുന്ന ബെഡിന് 24% ടാക്സ്. മാത്രമല്ല, മരിക്കാൻ വേണ്ടി തന്നെ സഹായിക്കുന്ന നഴ്സിന് 100% ടാക്സ്. ഈ ടാക്സ് കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിലെ ടാക്സ് സമ്പ്രദായത്തെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും, സാധിക്കും എന്ന് സിഡ്നി സ്മിത്ത് പണ്ട് ചോദിച്ചിരുന്നു. ആ ചോദ്യം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിക്കാൻ, നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെങ്ങനെ കുറ്റം പറയാൻ കുറെ സമയം കിട്ടിയത്. അതൊക്കെ ഞങ്ങൾക്കും മനസ്സിലായി. ഇനി ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞങ്ങളോട് വേറൊരു സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് സംശയം ചോദിച്ചോളൂ. നിങ്ങളെ ഇസ്ലാമില് ഈ പെൺകുട്ടികളോട് വിവാഹം കഴിച്ചു കൊടുക്കുന്ന നേരത്ത് അവരെ സമ്മതം ചോദിക്കണ്ട എന്നല്ലേ പറയുന്നത്? സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അവരെ സമ്മതത്തിനൊരു വിലയും ഇല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണ് ബിക്ർ ആണ് എങ്കിൽ, വിവാഹം തീരെ കഴിക്കാത്ത കന്യകയാണെങ്കിൽ ഓളോട് സമ്മതം ചോദിക്കണം. ഓളെ മൗനമാണ് സമ്മതം എന്ന് പറഞ്ഞ ഹദീസിന് അർത്ഥം ഇയാൾ അങ്ങനെ മനസ്സിലാക്കിയതാ. അപ്പൊ പെൺകുട്ടികളോട് സമ്മതം ചോദിക്കണ്ടാന്നോ? ചോദിച്ചാൽ തന്നെ ഓലെ മറുപടി എന്താണ്? അത് പരിഗണിക്കണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ല. ഇസ്ലാം ഒരിക്കലും സമ്മതം പരിഗണിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വിശദീകരിക്കണേലേറെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ജവാബ് പറഞ്ഞുതരാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയോന്ന്, ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി അറിയോന്ന് ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടനയിൽ സ്റ്റേറ്റ് രൂപീകരണം, ഇപ്പൊ കർണാടക, കേരള, തമിഴ്നാട് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ് ഉണ്ടാക്കുമല്ലോ. അങ്ങനെ സ്റ്റേറ്റ് രൂപീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ കുറച്ച് ഭൂമി എടുത്തിട്ട് മറ്റേ സ്റ്റേറ്റിൽ കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ പുതിയ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. എന്നാലൊക്കെ നമ്മുടെ ഭരണഘടന പറയണ എന്താണെന്നറിയോ? പ്രസിഡന്റ് സമ്മതം ചോദിക്കണം. ഏത് സ്റ്റേറ്റിന്റെ ഭൂമിയാണോ എടുക്കുന്നത്, കർണാടകത്തിന്റെ കുറച്ച് ഭൂമി എടുത്തിട്ട് പുതിയ ഒരു സംസ്ഥാനം ഉണ്ടാക്കുക എന്ന് കരുതുക. എന്നാൽ പ്രസിഡന്റ് കർണാടക ഗവൺമെന്റിനോട് സമ്മതം ചോദിക്കണം. ഞങ്ങള് നിങ്ങളുടെ ബീജാപ്പൂർ എടുത്തിട്ട് അല്ലെങ്കിൽ ഗുൽബർഗ എടുത്തിട്ട് പുതിയ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്, നിങ്ങളുടെ സമ്മതം തരണം എന്ന് പറയണം. സമ്മതം തരണം എന്ന് പറഞ്ഞ് പ്രസിഡന്റ് കത്തെഴുതിയാൽ 14 ദിവസത്തിന്റെ ഉള്ളിൽ സ്റ്റേറ്റ് മറുപടി കൊടുക്കണം എന്നാണ്. മറുപടി കൊടുത്തത് ഞങ്ങളുടെ ഭൂമി എടുത്ത് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ പോലും ആ സമ്മതം കേന്ദ്ര ഗവൺമെന്റിന് പ്രശ്നം തന്നെയല്ല. കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിച്ച മാതിരി പുതിയ സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടാക്കാം. ഗവൺമെന്റ് മറുപടി കൊടുത്തത് ഞങ്ങളെ ഭൂമി എടുത്തിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നാലും കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് ഭരണഘടനയെ പറഞ്ഞിട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ അയാൾ കുറെ നേരം ഇങ്ങനെ മുണ്ടാതെന്നിട്ട് നിങ്ങളെപ്പോലത്തോലോട് സംസാരിച്ചാൽ ശരിയാകൂല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് 2 വിദ്യാഭ്യാസവും നന്നായി പഠിപ്പിക്കണം. നമുക്ക് മതപരമായ വിദ്യാഭ്യാസം നന്നായി പഠിപ്പിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ കോളേജുകളിലെ മറ്റുള്ള കോഴ്സുകളും പഠിപ്പിക്കണം. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാകുന്ന രൂപത്തിലേക്ക് വളർന്നു വരണം. അതിനു വേണ്ടിയാകണം നമ്മുടെ കമ്മിറ്റികളൊക്കെ എപ്പോഴും ഉത്സാഹിക്കേണ്ടത്. 5ാം ക്ലാസ് വരെയോ 10ാം ക്ലാസ് വരെയോ മദ്രസ, അത് കഴിഞ്ഞ് നിർത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കുറച്ചു കുട്ടികളെ ഓരോ മഹല്ലിലും 2 വിദ്യാഭ്യാസവും
നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകണം. എങ്കിലേ ഇനിയുള്ള കാലത്ത് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ നമുക്ക് ലോകത്തിനു മുന്നിൽ പ്രചരിപ്പിക്കാനും സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനും കഴിയുകയുള്ളൂ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 12:15. ഇനി എന്തൊക്കെ പരിപാടിയുള്ളത്? ഇനി ആരെയും ലേശം പ്രസംഗിച്ച് ദുആയിരുന്നു മതിയാക്കും. ഏതായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷം തോന്നി. എ പി ഉസ്താദ് വരാത്ത സങ്കടം നിങ്ങൾക്കൊക്കെയുണ്ട്, എനിക്കും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദിനെ കാണുമ്പോൾ, നാളെ കണ്ടാൽ നാളെ തന്നെ അല്ലെ ഉസ്താദിനോട് പറയും. ഓലൊക്കെ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. ആള് എമ്പാടും വന്നിരുന്നു. ഉസ്താദ് ഇല്ലാത്തത് കൊണ്ട് അവർക്കൊക്കെ വലിയ വിഷമായിട്ടുണ്ട് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് ഞാൻ അപേക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഇരു വീട്ടിലും ഇസ്സത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവരുടെ കൂടെ, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ കൂടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.